വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സർസൈസാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ എക്സർസൈസും ഉണ്ട്. ഇതിന് രണ്ട് പാർട്ട് ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതിന് ശേഷം വേണം എക്സർസൈസ് കാണാൻ. ഞങ്ങളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കിയൊക്കെ എന്തൊക്കെയാണ് ഗ്രൂപ്പിലുള്ളത്? വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പീഡാണ്. എന്താണ് അതിന് കാരണം? ബാക്കിയുള്ള 4 ക്വാണ്ടിറ്റീസ്, അതായത് വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, 4 അല്ല 3, ഇവർ 3 പേരും വെക്റ്റേഴ്സ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ബട്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സ്പീഡാണ് ആൻസർ. എന്താണ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി വിത്ത് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളവരെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയാം. ബട്ട് സ്പീഡ് ഒരു സ്കെയിലാർ ആണ്. സ്പീഡിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ആൻസർ എന്താണ്? സ്പീഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ആസ് ഫോളോസ്: മൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 ദോ ഐ ആം 250 meters. വാട്ട് ഈസ് ഇറ്റ് മീൻ? ആ കുട്ടി 250 മീറ്റർ ഓടിയിട്ടും അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് is equal to final position minus ഇനീഷ്യൽ പൊസിഷൻ. ഈ കുട്ടി പറഞ്ഞേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്നാണ്. അതിനർത്ഥം എന്താ? ആ കുട്ടിയുടെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണ്. ദാറ്റ് മീൻസ് ദ ചൈൽഡ് റിട്ടേൺ ടു ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. അത്രേ ഉള്ളൂ. ആഫ്റ്റർ റണ്ണിങ്, സോ ആൻസർ എന്താണ്? ആഫ്റ്റർ റണ്ണിങ് ചൈൽഡ് റിട്ടേൺഡ് ടു ഹർ ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്ത് 0 ആയി പോവും? ഡിസ്പ്ലേസ്മെന്റ് 0 ആയി പോവും. അത്രേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൾ ഒബ്ജക്റ്റ് ഹാവിങ് യൂണിഫോം സ്പീഡ് നീഡ് നോട്ട് ഹാവ് യൂണിഫോം വെലോസിറ്റി. ഡിസ്ക്രൈബ് വിത്ത് എക്സാമ്പിൾ. എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡുള്ള എല്ലാ ഒബ്ജക്റ്റിനും യൂണിഫോം വെലോസിറ്റി ഉണ്ടാവണം എന്നില്ല. യൂണിഫോം സ്പീഡുള്ള എല്ലാ ഒബ്ജക്റ്റിനും യൂണിഫോം വെലോസിറ്റി ഉണ്ടാവണം എന്നില്ല. നമുക്ക് ഇത് 2 എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ. സോ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം. മൂവ് ചെയ്ത് അത് തിരിച്ച് എയിലെത്തി. ഞാൻ ഈ ആരോ വരച്ചേക്കുന്നത് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് അല്ലെങ്കിൽ ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ത്രൂ എ സർക്കിൾ വിത്ത് എ യൂണിഫോം സ്പീഡ് ഇറ്റ് വെലോസിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. എങ്ങനെ എഴുതണം? ഇഫ് എ ഒബ്ജക്റ്റ് മൂവ്സ് through a circle with a uniform speed, its velocity is not uniform. എന്തുകൊണ്ടാണ്? Its velocity is not uniform because its direction changes in every instant. എങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്? ഈ പോയിന്റിലാകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ പോയിന്റിലാകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെ അപ്പോൾ അതിന് ആൻസർ എന്താണ്?
if an object moves through a circle with a uniform speed, its velocity is not uniform because direction changes in every instant. Direction change ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താവും? ചേഞ്ച് ആവും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ. ദെൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. ടൈം എടുത്തത് 2 സെക്കൻഡ് ആണെന്ന് എടുത്തോ. ദെൻ ഇത് ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യും. ആ സമയവും 2 സെക്കൻഡ് ആണ്, ഡിസ്റ്റൻസും 2 മീറ്റർ ആണ്. ദെൻ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ബട്ട് സ്പീഡ് എന്താണ്? 2/2 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. അതായത് 2/2 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് സെക്കൻഡ് എക്സാമ്പിൾ. ഞാൻ 2/2 എന്നൊക്കെ വെറുതെ എടുത്താണ്. നിങ്ങൾ ഒരേ സ്പീഡും ഒരേ സമയവും എടുക്കണമെന്നും മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് an object moves from A to B with uniform speed and from B to C also with എന്ത്? യൂണിഫോം സ്പീഡ്. നമുക്കറിയാം എന്ത്? അതിൻ്റെ എന്ത് സെയിം അല്ല? വെലോസിറ്റി ഈസ് നോട്ട് യൂണിഫോം. എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഈസ് നോട്ട് യൂണിഫോം ബിക്കോസ് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ്. Okay, if an object moves from A to B and B to C with a uniform speed, but its velocity is not same because its direction changes. Then നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബസ് A covered 75 meter in 5 seconds. ബസ് B covered 169 meter in 30 seconds. നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. Which bus covered the great distance? Which bus has the higher speed? Okay. നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ എഴുതാം. given that നമ്മൾ ഫോർ ബസ് എയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. കവേർഡ് 75 മീറ്റർ ഇൻ 5 സെക്കൻഡ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് is equal to distance by time. Okay, so ഇവിടെ distance covered by bus A എത്രയാണ്? 75 ആണ്. ടൈം ഫോർ കവറിങ് ദ ഡിസ്റ്റൻസ് എത്രയാണ്? 5 സെക്കൻഡ് ആണ്. സോ നമുക്ക് സ്പീഡ് കിട്ടും. എന്ത് ചെയ്താൽ മതി? രണ്ടിൻ്റെയും റേഷ്യോ 75/5. അപ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ബസ് എയുടെ സ്പീഡ്. മനസ്സിലായോ? സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 75 മീറ്റർ ആണ്, ടൈം 5 സെക്കൻഡ് ആണ്. സോ സ്പീഡ് എങ്ങനെ കിട്ടും? 75/5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആരുടെ? എയുടെ. ഇനി നമുക്ക് ബസ് ബിൻ്റെ കേസ് എടുക്കാം. ഇതുപോലെ തന്നെയാണ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബസ് ബി എത്രയാണ്? 169 മീറ്റേഴ്സ് ആണ് ബസ് ബി കവർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സമയം എന്താണ്? 13 സെക്കൻഡ് ആണ്. സോ നമുക്ക് എഴുതാം ടൈം is equal to 30 സെക്കൻഡ്. ദെൻ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ബസ് ബി സെയിം ഇക്വേഷൻ തന്നെ, ഡിസ്റ്റൻസ് ബൈ ടൈം 169/13. ഇത് ഡിവൈഡ് ചെയ്ത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 13 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. വിച്ച് ബസ് കവേർഡ് ദ ഗ്രേറ്റർ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് കൂടുതൽ പോയത് ആരാണ്? ബസ് എ 75, ബസ് ബി 169. അപ്പോൾ സെക്കൻഡ് ബസ്, അതായത് ബസ് ബി ആണ് എന്ത് ചെയ്തത്? ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്തത്. വിച്ച് ബസ് ഹാസ് ഹയർ സ്പീഡ്? സ്പീഡുള്ള ബസ് ഏതാണ്? ബസ് എയുടെ 15 ആണ്, ബസ് ബിയുടെ 13 ആണ്. ആർക്കാണ് കൂടുതൽ സ്പീഡ്? ബസ് എയ്ക്കാണ് സ്പീഡ് കൂടുതൽ.
ബസ് എ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്ത് വെക്കുക, സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 ആൻഡ് അക്വയർഡ് വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. അക്വയർഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ആണ്, അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 8 സെക്കൻഡ്സ്. അതായത് ടി തന്നിട്ടുണ്ട്, എത്രയാണ്? 8 സെക്കൻഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ എഴുതുന്നത്. ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണമെന്നില്ല. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? എ കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിങ് ഫ്രം ദ റെസ്റ്റ് യു കിട്ടും, ഫൈനൽ വെലോസിറ്റി വി കിട്ടും, ടൈം ടി കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു വിക്ക് പകരം 40, യുവിന് പകരം 0, ടൈം ടിക്ക് പകരം 8. സോ 40 മൈനസ് 0 40 വരും. 40/8 5 എന്ന് കിട്ടും. ആക്സിലറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത്രേ ഉള്ളൂ. നമുക്കൊരു പ്രോബ്ലമാണ്. എ കാർ മൂവ് ഫസ്റ്റ് 400 മീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് 80 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് 1200 മീറ്റർ ഇൻ 12 മീറ്റർ പെർ സെക്കൻഡ്. ലാസ്റ്റ് 360 മീറ്റർ ഇൻ 12 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ കാർ. ഒരു കാർ 3 തരത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ആദ്യം എഴുതാം. ഫസ്റ്റ്, ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഗീവൺ ദാറ്റ് 400 മീറ്റർ. ദെൻ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? ഫസ്റ്റ് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ നമുക്കറിയാം സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഡി ബൈ ടി. സോ ഇതിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ടൈം എങ്ങനെ കിട്ടും? ടി അങ്ങോട്ട് പോവും, എസ് താഴത്തോട്ട് വരും. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എസ്. ഇനി എന്തിനാണ് ഈ ടൈം? നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കുണ്ട്, ടോട്ടൽ ടൈം നമുക്കില്ല. അപ്പം നമുക്ക് ആദ്യം ടൈംസ് കണ്ടുപിടിക്കണം. സോ അറ്റ് ഫസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 400 മീറ്റർ, സ്പീഡ് ഇസ് ഈക്വൽ ടു 80 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ എസ് എന്താണ്? സ്പീഡ്. സോ 400/8 എന്ന് വരും. 400/8 എന്ന് പറയുമ്പോൾ നമുക്ക് 50 സെക്കൻഡ്സ് എന്ന് കിട്ടും. നമുക്കതിന് T1 എന്ന് പറയാം, ആദ്യത്തെ കേസിലായതുകൊണ്ട്. ഡിസ്റ്റൻസിന് നമുക്ക് D1 എന്നും പറയാം. ദെൻ എനി സെക്കൻഡ്, അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ D2 എടുക്കുകയാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? സെക്കൻഡ് 1200 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് സെക്കൻഡ് എന്ന് പറയുന്നത് 1200 മീറ്റർ. ദെൻ സ്പീഡ്, അവിടുത്തെ സ്പീഡ് എത്രയാണ്? ഇൻ 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് എത്ര? 12 മീറ്റർ പെർ സെക്കൻഡ്. അവിടുത്തെ ടൈം നമുക്ക് T2 എന്ന് എടുക്കാം. എങ്ങനെ കിട്ടും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈമാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ 1200/12 വെട്ടിക്കളയാം. 12 ഒരു പ്രാവശ്യം, 12 1200 100 ടൈംസ്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യും. നമുക്ക് ഡിസ്റ്റൻസ് D3 എന്ന് പറയാം. എത്ര തേർഡിലെ ഡിസ്റ്റൻസ്? ലാസ്റ്റ് 360 മീറ്റേഴ്സ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് D3 ഈസ് ഈക്വൽ ടു 360 മീറ്റർ. ഇനി അവിടുത്തെ സ്പീഡ് എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ അവിടുത്തെ ടൈം കണ്ടുപിടിക്കണം. ബേസിക്കലി ഇതുപോലെ തന്നെ എന്ത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 360/12 വെട്ടിക്കളയാം. 12 ഒരു പ്രാവശ്യം, 36 3 പ്രാവശ്യം. അപ്പം നമുക്ക് 30 സെക്കൻഡ്സ് കിട്ടും. നമുക്ക് 3 പ്രാവശ്യത്തെയും ടൈം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് പഠിച്ചു വെക്കുക. ആവറേജ് സ്പീഡ് is equal to total distance divided by total time. എങ്ങനെ? total distance by total time. then ഇവിടെ ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് ഫസ്റ്റ് ഡിസ്റ്റൻസ് ഇത് എത്ര? 400.
രണ്ടാമത്തെ ഏതാണ്? ഇത് 1200. ദെൻ മൂന്നാമത്തെ ഏതാണ്? 360. 3 ഡിസ്റ്റൻസുകൾ വരും. ഡിവൈഡഡ് ബൈ ടൈം. ഏതൊക്കെയാണ് ടൈം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? ഏതൊക്കെ? ഒന്ന് ഇത് 50, അടുത്തത് ഇത് 100. ദെൻ മൂന്നാമത്തെ ഏതാണ്? 30. ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മേലത്തെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 1960 എന്ന് കിട്ടും. ഡിനോമിനേറ്ററെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 180 എന്ന് കിട്ടും. 1960/180. 0 വെട്ടിക്കളയാം. ദെൻ 196/18 വരും. അത് നമ്മൾ സിമ്പിളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 10.88 എന്ന് കിട്ടും. സ്പീഡാണ്, അപ്പോൾ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? എത്രയാണ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 10.88 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് സ്ക്വയർ അല്ല, മീറ്റർ പെർ സെക്കൻഡ്, സോറി. 10.88 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് എ ബോഡി ഹാവ് ആക്സിലറേഷൻ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ? ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് സിറ്റുവേഷൻ? എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ഈ ആക്സിലറേഷൻ നോക്കാം. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, നമുക്ക് നോക്കാം ഇനി. എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത് വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? 0 വരും. എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ ഉണ്ടോ? ഇല്ല. ക്ലിയർ? ദെൻ രണ്ടാമത്തേത് എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് ഉണ്ടെന്നാണ്. സോ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. സെക്കൻഡിൽ ആൻസർ എന്താണ്? യെസ് ആണ്. ദെൻ മൂന്നാമത്തേത് എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് എ യൂണിഫോം സ്പീഡ്. സോ അവിടെയും യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? 0 ആണ്. സോ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആക്സിലറേഷൻ ഇല്ല. ദെൻ നാലാമത്തേത് എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട് എന്നാണ്. സോ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. സോ നമുക്ക് ഏതിലൊക്കെയാണ് ആൻസർ കിട്ടിയത്? ആൻസർ കിട്ടിയത് രണ്ടാമത്തതിലും അതുപോലെ തന്നെ അവസാനത്തേലും. നോൺ യൂണിഫോം സ്പീഡോ നോൺ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ആക്സിലറേഷൻ ഉള്ളൂ. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് 5 സെക്കൻഡ്. വാട്ട് ഈസ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ആക്സിലറേഷൻ? അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ആണ് എന്ത്? ആക്സിലറേഷൻ. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആണോ അത്? അല്ല. ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണത് 30 മീറ്റർ പെർ സെക്കൻഡ്. കെയിം ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്. കെയിം ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടായി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ത് വരും? അനങ്ങാത്ത സാധനത്തിന് ആ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ദെൻ ഇൻ 5 സെക്കൻഡ്. സോ ടൈം വന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെക്കൻഡ്സ് ആണ്. ദെൻ നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ 10. ദെൻ ടി എന്ന് പറഞ്ഞാൽ ടൈം, വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി. നമുക്ക് ഇവിടുത്തെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. യു എന്ന് പറഞ്ഞാൽ -30. ദെൻ ടി 5. സോ എന്ത് കിട്ടും? -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ലോറിയുടെ ആക്സിലറേഷൻ എന്താണ്? -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ കാർ in 30 seconds if it's traveling with a velocity 50 meter per second? നമുക്കറിയാവുന്ന ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? വെലോസിറ്റിൻ്റെ ഇക്വേഷനാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ
ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ടൈം നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ അതെന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻ 30 seconds. സോ ടൈം ടി ആണ് എന്ത്? 30 seconds. ദെൻ ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 50 meter/second. വിയും തന്നിട്ടുണ്ട്. എത്ര? 15 meter/second. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി കണ്ടുപിടിക്കാം. എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. അതായത് 15 × 30 എന്ന് കിട്ടും. 15 × 30 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 450 എന്ന് കിട്ടും. 450 meters ആണ് ഇത് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലാവുന്ന വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ടൈം ഇങ്ങോട്ട് പോകും. അപ്പോൾ ടൈം ഇൻറ്റു വെലോസിറ്റി എന്നോ. വെലോസിറ്റി എത്രയാണ്? 50 തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 30 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയുള്ള ആൻസർ. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഷോവിങ് ദ പാത്ത് ഓഫ് ദ ബോഡി വിച്ച് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം എ ആൻഡ് മൂവ് ടു സി ത്രൂ ബി. അപ്പോൾ എന്ന് ബിയിലെത്തി, ബിന്ന് സിയിലേക്ക് എത്തി. അങ്ങനെ കുറേ ഡിസ്റ്റൻസും ടൈമും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ബോഡി. അപ്പം നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, അതായത് എ ചെയ്യാം. എന്താണ്? സ്പീഡ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. സോ സ്പീഡ് is equal to ഡിസ്റ്റൻസ്. എന്തൊക്കെയാണ് ഡിസ്റ്റൻസ്? ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 60. രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 40. ഓക്കെ. ദെൻ ഡിവൈഡഡ് ബൈ ടൈം. ടൈം ആദ്യം എത്രയാണ്? 6. രണ്ടാമത് എത്രയാണ്? 4. സോ 60 + 40 100 വരും. 6 + 4 10 വരും. 0 0 വെട്ടിപ്പോവും. സ്പീഡ് എന്താണ്? 10 meter/second ആണ് നമുക്ക് സ്പീഡ് വരും. ആദ്യത്തെ കിട്ടിയല്ലോ. രണ്ടാമത്തേത് വെലോസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി എന്ന സ്പീഡിൻ്റെ പോലെയല്ല, ഇക്വേഷൻ വ്യത്യാസമാണ്. വെലോസിറ്റി is equal to ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ എ ടു സി ആണ് കാണുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. ഓക്കെ. ഇങ്ങനെ എന്ന് ബി, ബിന്ന് സി ഒക്കെ ഉണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമാണ്. അതെത്രയാണ്? 70 ആണ്. സോ എന്ത് വരും? 70. ടൈം എന്ത് തന്നെ? പഴയ ടൈം തന്നെ 10. അപ്പോൾ 0 0 വെട്ടിപ്പോവും. 7 meter/second എന്ന് കിട്ടും. വെലോസിറ്റി എത്രയാണ് അപ്പോൾ? 7 meter/second ആണ്. അപ്പം നമുക്ക് ബി പാർട്ടും കിട്ടി. ഇനിയുള്ള നമുക്ക് സി പാർട്ടാണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഇഫ് ദ ബോഡി ടേക്കൺ 5 seconds ടു റീച്ച് എ ബാക്ക് ഫ്രം സി. എന്ന് സിന്ന് എയിലേക്ക് എത്താൻ വേണ്ടി 5 seconds എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറയുമ്പോൾ എവിടെ എത്തിയത്? ഇനിഷ്യൽ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തി. നമുക്കറിയാം ഒരു ബോഡി യാത്ര ചെയ്തു, കുറേ ദൂരമൊക്കെ പോയി തിരിച്ച് പഴയടുത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി എന്ത് വരും? 0 എന്ന് വരും. സോ സി പാർട്ടിൻ്റെ ആൻസർ എന്താണ്? 0 ആണ്. ദെൻ ഡി. കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് റീച്ചസ് ഫ്രം എ ആൻഡ് ഓൾസോ എ ടു സി. സിന്ന് എയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് നമുക്ക് വെലോസിറ്റി നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 0 ആണ്. ഓക്കെ. സിന്ന് എയിലേക്ക് വെലോസിറ്റി 0. പക്ഷേ എന്ന് സിയിലേക്ക് വെലോസിറ്റി 0 അല്ല. നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 7 meter/second എന്നാണ്. മനസ്സിലാവുന്നു. സിന്ന് എയിലേക്കാവുമ്പോൾ ഫൈനൽ പൊസിഷനിൽ എത്തും, ഇനിഷ്യൽ പൊസിഷൻ സെയിം ആവും, 0 എന്ന് കിട്ടും. എന്ന് സിയിലേക്കാവുമ്പോഴോ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അതിൻ്റെ തിയറി നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ദെൻ എക്സർസൈസ് ഫുള്ളും പാർട്ട് 3 ആയിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ദെൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഹിന്ദിയും ബാക്കി സബ്ജക്റ്റുകളും ഇട്ടിട്ടുണ്ട്, അതെല്ലാം കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.